ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എനിക്കും സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടയായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നാം ഈ കഴിഞ്ഞ 2 മാസങ്ങളായി പഠിച്ചു വരുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട എല്ലാ പുസ്തകങ്ങളിലും വെച്ച് ഏറ്റവും മനോഹരമായ ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. ഈ സുവിശേഷത്തെക്കുറിച്ച്, ഈ പുസ്തകത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പകൽക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച കാലഘട്ടം, ഈ 11ാമത്തെ ആഴ്ചയിലുടനീളം യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില അധ്യായങ്ങളിലൂടെ വീണ്ടും പഠിക്കുവാനായിട്ട് നാം കടന്നു പോവുകയാണ്. നാം പഠിക്കുവാനായിട്ട് ഇന്ന് പോകുന്ന ആ ഒരു വിഷയം എന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. യോഹന്നാന്റെ സുവിശേഷത്തിൽ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ആ ബന്ധത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം ബോധ്യമാണ് നൽകുന്നത്? എന്താണ് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് തൻ്റെ എഴുത്തുകളിലൂടെ, സുവിശേഷങ്ങളിലൂടെ ശ്രമിക്കുന്നത്? ഇവയൊക്കെ ധ്യാനിക്കുവാനായി എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ശേഷം നമുക്ക് ഏവർക്കും ഈ പാഠപഠനത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു ചെല്ലാം. ഞങ്ങൾ ഏറ്റവും ആഴമായി അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ള അത്ഭുതകരമായ മർമ്മങ്ങളെക്കുറിച്ച് യോഹന്നാൻ എന്തു പറയുന്നു, എന്താണ് ഞങ്ങൾക്ക് പഠിക്കുവാൻ കഴിയുന്നത് എന്നിതാ ഞങ്ങൾ ഈ ആഴ്ചയിൽ ധ്യാനിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. പിതാവേ, അവിടുത്തെ അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അറിയുവാനുള്ള കൃപയും കരുത്തും ബലവും അവിടുന്ന് അടിയങ്ങൾക്ക് നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആഴ്ചയിൽ ഞങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ വചനത്തിലെ വലിയ മർമ്മങ്ങളെ അത് വളരെ ലളിതമായി മനസ്സിലാക്കുവാനുള്ള കൃപയെ നൽകി ഞങ്ങളെ സഹായിക്കണം, ശക്തിപ്പെടുത്തണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. അടിയനെയും പൊടിയോളം താഴ്ത്തുന്നു. കർത്താവ്, അടിയനെ ശക്തിപ്പെടുത്തണമേ. അടിയനെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. നാം ഇന്ന് 11ാമത്തെ പാഠമാണ് പഠിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. മനപ്പാഠ വാക്യമായി നാം ചിന്തിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ്. എന്താണ് ആ വാക്യം പറയുന്നത്? പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. 3 പേരെയും നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതാണ് യേശുക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തിന് മുൻപായി, തൻ്റെ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ നാളുകളിൽ തൻ്റെ ജനമായ, തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി അയക്കപ്പെടും. പിതാവ് അത് നൽകുവാൻ പോകുന്നത് എൻ്റെ നാമത്തിലായിരിക്കും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവത്വത്തിലെ ഈ 3 അംഗങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് നാം പഠിക്കുവാനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും ഒക്കെ തന്നെ യോഹന്നാൻ എന്താണ് നമ്മോട് പങ്കുവെക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് നമുക്കറിയുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം സഞ്ചരിക്കേണ്ടതുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയണമെങ്കിൽ നാം വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുവേൻ, അത് എന്നെക്കുറിച്ച് നിങ്ങളോട് പറയുന്നുവല്ലോ, നിങ്ങളോട് വെളിപ്പെടുത്തുന്നുവല്ലോ എന്നാണ് വചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അത് പിതാവായ ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെക്കുറിച്ചും മാത്രമല്ല, യേശുവിനെക്കുറിച്ചും മാത്രമല്ലാതെ ഈ 3 വ്യക്തിത്വങ്ങളെക്കുറിച്ചും വ്യക്തമായി നമ്മോട് പറയുകയാണ് ഓരോ തിരുവെഴുത്തുകളും. ഇന്ന് യോഹന്നാൻ
നമ്മോട് എന്താണ് പറയുന്നത്? ഈ 3 പേരും തമ്മിലുള്ള ബന്ധം എന്താണ്? അവരുടെ പ്രവർത്തനം എപ്രകാരമാണ്? ഓരോരുത്തർക്കും മനുഷ്യരെ വീണ്ടെടുക്കുവാനുള്ള ദൗത്യത്തിൽ എന്താണ് പങ്കാളിത്തമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്? ഇവയൊക്കെ മനസ്സിലാക്കുവാൻ നാം യോഹന്നാന്റെ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കടന്നു പോവുകയാണ്. ഞായറാഴ്ചത്തെ പാഠഭാഗത്തിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് എന്താണ് യോഹന്നാൻ പറയുന്നത്? നമുക്കൊന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആദിയിൽ ദൈവം എന്ന ആ ഒരു പ്ലൂറൽ ഫോം ഉപയോഗിച്ചിരിക്കുന്നു. എലോഹീം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ ദൈവം ഒരു വ്യക്തിയായിട്ട് മാത്രമല്ലാതെ നാം ഒരുമിച്ച്, പലരും അതിനെ രാജാക്കന്മാർ നാം എന്ന് അവരെ അഭിസംബോധന ചെയ്യുന്നു എന്നൊക്കെ പറയുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും എബ്രായ പദത്തിലെ ആ പ്ലൂറൽ ഫോം ഒന്നിലധികം പേർ അവിടെ സന്നിഹിതരായിരുന്നു എന്ന് കൃത്യമായ ഒരു ബോധ്യമാണ് നമുക്ക് നൽകുന്നത്. എലോഹീം എന്ന പദം അത് ആരംഭത്തിൽ യേശുക്രിസ്തുവാണ് ആ പ്രവൃത്തിയെ അവിടെ നിവർത്തിക്കുന്നത് എങ്കിലും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും ആ പ്രവൃത്തി യേശുക്രിസ്തു ചെയ്യുമ്പോൾ സന്നിഹിതരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തക്ക വിധത്തിലാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സാദൃശ്യപ്രകാരം എന്നൊക്കെ പറയുന്ന ആ പ്രയോഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒന്നിലധികം പേരുടെ സാന്നിധ്യം കൃത്യമായി നമ്മെ വിളിച്ചറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവാണ് സൃഷ്ടി എന്ന പ്രവൃത്തി നടത്തിയത് എന്ന് വചനം വ്യക്തമാക്കുന്നു. എന്നാൽ ആ പ്രവൃത്തി യേശു ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് പിതാവും പരിശുദ്ധാത്മാവും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ 3 പേരും ഒരു ഐക്യത്തിൽ, അല്ലെങ്കിൽ വളരെ വ്യക്തമായ ഒരു ഐക്യത്തിൽ ഈ പ്രവൃത്തികളൊക്കെ നിവർത്തിക്കുന്നു. അവർ തമ്മിൽ യാതൊരു വിധമായ തർക്കവുമില്ല. അവർ ഒന്നായിരിക്കുന്നത് പോലെ എന്നൊക്കെയുള്ള യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ഇവരൊക്കെ ഒന്നാണ്. അവർ ഒന്നായി ഏക അഭിപ്രായത്തോടെ ഈ ലോകത്തിൽ അവരുടെ ഓരോ ദൗത്യങ്ങളും നിർവഹിക്കുകയാണ്. അവർ തമ്മിൽ യാതൊരു വിധമായ തർക്കവുമില്ല. അവരൊന്നാണ്, ഒരേ ഐക്യത്തിലാണ് എന്നത് നമ്മെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ഐക്യത, അവരുടെ ആ യോജിപ്പ് നമുക്ക് സൃഷ്ടിപ്പിൽ തന്നെ മാത്രമല്ല വീണ്ടെടുപ്പിൻ്റെ സകല പ്രവൃത്തികളിലും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ആ ഒരു ഐക്യം എപ്രകാരമാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത്, ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഐക്യം നമ്മിലും ഉളവാകുവാനായിട്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യപ്രകാരം തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ മനുഷ്യരെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ പാപത്തിൻ്റെ വരവോടുകൂടി ആ ഒരു ഐക്യതയും ആ ഒരു യോജിപ്പും താറുമാറായി എന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. നാം ഏദൻ തോട്ടത്തിൽ ഒരു ചിന്തയെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ, ആദമിനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ മുൻപാകെ താൻ ഉണ്ടാക്കിയ സകല മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കടന്നു വരുമാറാക്കി. എന്നിട്ട് ദൈവം ആദമിനോട് ഈ മൃഗത്തിന്, ഈ പക്ഷി മൃഗാദികൾക്ക് പേരിടുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്. അവിടെ ആദം ഓരോ മൃഗത്തിനും, തൻ്റെ മുൻപാകെ കടന്നു വന്ന ഓരോ മൃഗത്തിനും പേരിടുന്നു എന്ന് നമ്മെ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. എലൻ വൈറ്റ് എഴുതുകയാണ്, ആദമിൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തുവായിരുന്നു ആ പേരിടൽ പ്രവൃത്തി ചെയ്തിരുന്നത് എങ്കിൽ ഏത് പേരാണോ യേശു ഇടുമായിരുന്നത് അതേ പേരുകളാണ് ആദം ആ മൃഗങ്ങൾക്ക് നൽകിയത് എന്ന് എലൻ വൈറ്റ് എഴുതിയിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? യേശുക്രിസ്തുവിൻ്റെയും ആദമിൻ്റെയും മനസ്സ് യോഗ്യതയിലായിരുന്നു, അല്ലെങ്കിൽ ഐക്യത്തിലായിരുന്നു, യോജിപ്പിലായിരുന്നു. There were no differences between Jesus and Adam. കാരണം ആദമിനെ ദൈവം തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആ സ്വഭാവത്തിൻ്റെ മഹിമയിൽ ഉണ്ടാക്കിയത് കൊണ്ട് അവിടെ there were no differences between Adam and Jesus. അതുകൊണ്ടാണ് എന്താണോ ആദം പേരിട്ടത് അതേ പേരുകൾ തന്നെയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത് എന്ന് എലൻ വൈറ്റ് എഴുതുവാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ ആ ബന്ധം എന്ത് സംഭവിച്ചു? പാപത്തിന് ശേഷം താറുമാറാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ, താറുമാറാക്കപ്പെട്ട, പാപത്തിലൂടെ വേർപിരിയപ്പെട്ട ആ ഒരു സ്നേഹത്തിൻ്റെ ബന്ധത്തെ ഒന്നിപ്പിക്കുവാൻ, പുനഃസ്ഥാപിക്കുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മെ വീണ്ടും പിതാവിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ, പിതാവിൻ്റെ മഹിമയിലേക്ക്, ആ മഹത്വത്തിലേക്ക്, ആ സ്വഭാവത്തിൻ്റെ മഹത്വത്തിലേക്ക്, പാപത്തിന് മുൻപ് ആദം എപ്രകാരം
എപ്രകാരം നിലകൊണ്ടുവോ അപ്രകാരം തന്നെ നാം ഓരോരുത്തരും നിലകൊള്ളേണ്ടതിന് നമ്മെ ക്രിസ്തുവിൽ പുനഃസ്ഥാപിക്കുവാനായിട്ട് ദൈവത്താൽ, പിതാവായ ദൈവത്താൽ യേശു ക്രിസ്തു അയക്കപ്പെടുകയും ആ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇന്ന് ദാനമായി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ മധ്യേ യോഹന്നാന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ കേൾവിക്കാരായവരോട് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായത്. അത് കേട്ടപ്പോൾ വലിയ ബുദ്ധിമാന്മാർ, വലിയ പണ്ഡിതന്മാർ എന്ന് സ്വയം അഹങ്കരിച്ച പരീശന്മാരും അവിടെ കൂടുന്നവരുമൊക്കെ യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ കല്ലെറിയുവാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. അപ്പോൾ യേശു ചോദിച്ചു, ഏത് പ്രവൃത്തി നിമിത്തമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ ചെയ്ത നല്ല പ്രവൃത്തികൾ നിമിത്തമല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുവാൻ ശ്രമിച്ചത് കൊണ്ടത്രേ. അപ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഓക്കെ, നിങ്ങൾ എൻ്റെ പ്രവൃത്തി കണ്ടെങ്കിലും എന്നെ വിശ്വസിപ്പീൻ. ദൈവത്തിൻ്റെ പുത്രൻ അല്ലെങ്കിൽ മിശിഹയായവൻ ഈ ലോകത്തിൽ വരുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 61 വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആ പ്രവൃത്തികളൊക്കെ യേശുവിൽ നിവർത്തിക്കുന്ന കാഴ്ച കാണുമ്പോഴെങ്കിലും, ആ പ്രവൃത്തി കണ്ടിട്ടെങ്കിലും നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്, എൻ്റെ പിതാവിനെ വെളിപ്പെടുത്തുവാൻ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് യേശുക്രിസ്തു അവരോട് പറയുകയായിരുന്നു. പക്ഷെ എന്നിട്ടും അവർ അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. യേശുക്രിസ്തു പച്ചയായി അവരോട് പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഇടയായെങ്കിലും പിതാവായ ദൈവത്തെ സമൂഹം അന്ന് കണ്ടത് ക്രൂരനായ ഒരു ഭരണാധികാരിയെ പോലെയായിരുന്നു. അത് പിശാച്. ആ ഒരു ചിന്താഗതി അന്നുണ്ടായിരുന്ന കേൾവിക്കാരിൽ നിറയ്ക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. പിശാചിൻ്റെ സ്വഭാവത്തെ അവർ പ്രതിഫലിപ്പിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് നാം ഈ ഭൂമിയിൽ പ്രതിഫലിപ്പിക്കേണ്ടത്. ആ സ്വഭാവം എന്താണെന്ന് പ്രകടമായി കാണിക്കുവാനായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരികയാണ് ഉണ്ടായത്. ചില വാക്യങ്ങൾ നാം പരിശോധിച്ചാൽ ഈ ലോകത്തിൽ പിതാവിൻ്റെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് യേശു തന്നെ പറയുന്ന ചില വാക്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം 16, 17, 6-57 ഈ വാക്യങ്ങളൊക്കെ പഠിക്കുവാൻ, വായിപ്പാൻ തക്കവണ്ണം ഇടയായാൽ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവായ ദൈവമാണ് എന്ന് വചനം പറയുന്നു. അപ്പോൾ പിതാവായ ദൈവത്താലാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു പ്രത്യേക ദൗത്യം നിവർത്തിപ്പാനായിട്ട് അയക്കപ്പെട്ടത് എന്ന് വചനം പറയുന്നു. അത് എന്തിനാണ് അയച്ചത്? ഈ ലോകത്തെ വിധിപ്പാനല്ല, തൻ്റെ പുത്രൻ മുഖാന്തരം രക്ഷിക്കപ്പെടുവാനായി. പിതാവായ ദൈവം ടു റിക്കൺസൈൽ, നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം, ടു റിക്കൺസൈൽ all of us back to God, ദൈവത്തിലേക്ക് വീണ്ടും നമ്മെ പുനഃസ്ഥാപിക്കുവാൻ, നമ്മുടെ തകർന്നു പോയ ബന്ധത്തെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുവാൻ യേശു എന്ന ആ സ്വർഗീയ നിധിയെ നമുക്ക് പിതാവായി ദൈവം നൽകുവാൻ തക്കവണ്ണമിടയായി. അപ്പോൾ യേശുവിനെ നൽകിയത് പിതാവാണ് എന്ന് വ്യക്തമായി യേശു പറയുന്നു. എന്നെ അയച്ചത് പിതാവാണ് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. യോഹന്നാൻ 5-ാം അധ്യായം 22-30 വാക്യങ്ങൾ വായിച്ചാൽ, പിതാവ് ആരെയും വിധിക്കാതെ ന്യായവിധി കർത്താവായ യേശു ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. Now there is no condemnation for those who are in Christ Jesus. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ആർക്ക്? ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക്. എന്താണ് ക്രിസ്തുവേശുവിൽ ഉള്ളവർ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് പരിശോധിച്ചാൽ, 1 യോഹന്നാൻ 3-ാം അധ്യായം പഠിച്ചാൽ, യേശുക്രിസ്തുവിന്റെ വിത്തുള്ളവർ, യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവർ, ഈ ലോകത്തിൽ പാപത്തെ വെറുത്ത് യേശുവിനെ പോലെ നടക്കുവാൻ ശീലിച്ചവർ, അങ്ങനെയുള്ളവരാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. അവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. കാരണം അവർ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. അപ്രകാരം ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് യാതൊരു ന്യായവിധിയുമില്ല. കാരണം പിതാവ് അവരെ വിധിക്കാതെ ആ ന്യായവിധി യേശുക്രിസ്തുവിന് നൽകിയിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച്, പിതാവിന് തൻ്റെ ദൗത്യത്തിലുള്ള ആ വലിയ ഭാഗധേയത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും യോഹന്നാൻ 6:32, 14, 10, 24 വാക്യങ്ങളൊക്കെ വായിച്ചാൽ അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സ്വർഗത്തിൽ നിന്നും അപ്പം നിങ്ങൾക്ക് നൽകിയത്. നിങ്ങൾ വിചാരിക്കുന്നു മോശയാണ്. പക്ഷേ മോശയല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അപ്പം നൽകിയത് സ്വർഗീയ പിതാവായ ദൈവമാണ് എന്ന് യേശുക്രിസ്തു പറയുകയാണ്. അപ്പോൾ
യേശു വീണ്ടും പറയുകയാണ്, യോഹന്നാൻ 6:45, പിതാവിനോട് കേട്ട് പഠിച്ചവരൊക്കെയും എൻ്റെ അടുക്കൽ വരും എന്ന് നമ്മെ തിരുവെഴുത്തിൽ ഓർമ്മിക്കുന്നു. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ പിതാവിനാൽ ഐക്യപ്പെട്ട പ്രവാചകന്മാർ, യേശുക്രിസ്തുവിൻ്റെ ആഹ്വാന പ്രകാരം ഈ ലോകത്തിൽ ശുശ്രൂഷിപ്പാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, അവരൊക്കെ പിതാവിനാൽ ഐക്യപ്പെട്ടവരാണ്, യേശുക്രിസ്തുവിനാൽ ഐക്യപ്പെട്ടവരാണ് എന്നൊക്കെ നമ്മെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെയാണ് പിതാവ് സാക്ഷീകരിക്കുന്നത്. പിതാവിനോട് കേട്ട് അപ്രകാരം പഠിച്ചവരൊക്കെയും എന്നെയും മനസ്സിലാക്കും, എന്നെയും തിരിച്ചറിയും എന്ന് യേശുക്രിസ്തുവിന്റെ വചനത്തിലൂടെ പറയുകയാണ്. വീണ്ടും പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും എൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് പിതാവ് നിങ്ങൾക്ക് തരും. അപ്പോൾ യേശുക്രിസ്തുവും പിതാവുമായുള്ള അഭേദ്യമായ ആ ബന്ധത്തെക്കുറിച്ച് വേണ്ടുവോളം കാര്യങ്ങൾ നമ്മോട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്. ആ പറയുന്ന വ്യാഖ്യാനങ്ങൾ നമുക്കൊരിക്കലും തള്ളിക്കളയുവാൻ സാധിക്കത്തില്ല. വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ പിതാവിനുള്ള ബന്ധം നമുക്കൊരിക്കലും മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ നമുക്കൊരിക്കലും തള്ളിക്കളയുവാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം അഭേദ്യമായൊരു ദൗത്യമാണ് തൻ്റെ പുത്രനെ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ നൽകിയതിലൂടെ പിതാവ് ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്, പെൺമക്കളോ ആൺമക്കളോ നമുക്കുണ്ട്. നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടും എന്ന് പൂർണ്ണമായ ബോധ്യമുള്ള ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക്, ഒരു സ്ഥലത്തേക്ക് ഒരപ്പൻ എന്ന നിലയ്ക്ക് നാം ആരും നമ്മുടെ മക്കളെ പറഞ്ഞയക്കാറില്ല. എൻ്റെ മകൾ നശിപ്പിക്കപ്പെടും എന്ന് എനിക്ക് ബോധ്യമുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഞാൻ ഒരിക്കലും എൻ്റെ മകളെ അയപ്പാൻ തയ്യാറാവുകയില്ല. എന്നാൽ തൻ്റെ പുത്രനെ അയച്ചാൽ അവർ തൻ്റെ പുത്രനെ അപമാനിക്കും, അവഹേളിക്കും, ഒറ്റപ്പെടുത്തും, കൊന്നുകളയും എന്നൊക്കെ അറിയാമായിരുന്നിട്ടും നാം ചെയ്യാത്ത ഒരു പ്രവൃത്തി നമ്മുടെ രക്ഷയ്ക്കായി പിതാവ് ചെയ്തു എന്നൊരിക്കലും നാം മറന്നു പോകരുത്. ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ അപ്രകാരം അയച്ചതിലൂടെ നമ്മോടുള്ള സ്നേഹത്തെ പിതാവായ ദൈവം എത്ര വ്യക്തമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടുത്തിയത്. നാം ചെയ്യാത്ത ഒരു പ്രവൃത്തിയെ നമ്മുടെ രക്ഷയ്ക്കായി പിതാവായ ദൈവം ചെയ്തു എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് നാം ആ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയത്. ആ യേശുവിനെ നൽകുവാൻ മനസ്സ് വെച്ച പിതാവായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ പിതാവിനെ കുറിച്ച് കൂടുതൽ പഠിപ്പാൻ, കൂടുതൽ ധ്യാനിക്കുവാൻ, അടുത്തറിയുവാൻ നാം തീർച്ചയായും ഈ നാളുകളിൽ ഈ വെളിപ്പെടുത്തലുകളിലൂടെ കടന്നു പോകേണ്ടത് അത്യാവശ്യമാണ്. തിങ്കളാഴ്ചയിലേക്ക് നാം കടന്നു വന്നാൽ യേശുവും പിതാവും എന്ന ഒരു ഭാഗം, ദൈവത്തോട് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നമുക്കൊരു ഒരു മകനോ മകളോ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നമ്മോട് ഒരു ആത്മബന്ധം ഉണ്ടാകുന്നത് പോലെ നാം ഓരോരുത്തരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് വാസ്തവമായും ഒരു ആത്മബന്ധം ഉണ്ടാകേണ്ടത് നമ്മെ സൃഷ്ടിച്ച ദൈവത്തോടായിരിക്കണം. എന്നാൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? നമ്മെ ഉണ്ടാക്കിയ ദൈവത്തോട് നമുക്ക് യാതൊരു വ്യക്തിബന്ധവുമില്ല, യാതൊരു പ്രതിബദ്ധതയുമില്ല. എന്നാൽ നമ്മെ ചതിച്ച, നമ്മെ വഞ്ചിച്ച ദുഷ്ടനായ പിശാചിനോട് നമുക്കൊക്കെ എന്തൊരു വിശ്വസ്തതയാണ്, എത്രമാത്രം താല്പര്യത്തോടെയാണ് നമ്മോട് യാതൊരു ബന്ധവുമില്ലാത്ത, നമ്മെ സൃഷ്ടിക്കുവാൻ ഇടയാകാതിരുന്നു, നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സർവ്വത്തെയും ത്യാഗം ചെയ്യുവാൻ ഒന്നും ചെയ്യാത്ത പിശാചിനോട് എത്രത്തോളം ആത്മബന്ധമാണ് ഇന്ന് അനേകരും പുലർത്തുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ ആ ബന്ധമല്ല നമുക്കിന്ന് വേണ്ടത്. യേശുക്രിസ്തുവിന് പിതാവുമായി എപ്രകാരമാണോ ബന്ധമുണ്ടായിരുന്നത് ആ ഒരു ബന്ധം നമുക്കും ഉണ്ടാകേണ്ടതിന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പാപം മുഖാന്തിരം ഈ ലോകത്തിൽ ഉളവായ ആ ഒരു ബന്ധത്തിൻ്റെ തകർച്ചയെ പുനഃസ്ഥാപിക്കുവാനായി കർത്താവായ ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി. പാപമുണ്ടാക്കിയ ആ വിള്ളലിനെ നികത്തുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് തൻ്റെ പുത്രനെ തന്നെ അയക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നമ്മെ തിരുവെഴുത്തുകൾ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ മനുഷ്യർക്കുണ്ടായ ആ ഒരു വിള്ളൽ അത് മാറി വീണ്ടും നമ്മെ പിതാവുമായി ഐക്യത്തിലാക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തു തൻ്റെ ഒരു വലിയ ദൗത്യവുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ വിശ്വാസത്താൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും വാസ്തവത്തിൽ ബന്ധപ്പെടുന്നത് യേശുക്രിസ്തുവുമായിട്ട് മാത്രമല്ല, പിതാവായ ദൈവത്തോടും കൂടെയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അത് ദൈവത്തിന്റെ ഒരു ദൗത്യമായിരുന്നു, പിതാവായ ദൈവത്തിന്റെ ലക്ഷ്യമായിരുന്നു. നമ്മെ വീണ്ടും
യേശുവിലൂടെ തന്നിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്. എലൻ വൈറ്റ് ഇപ്രകാരം എഴുതുകയാണ്, ഡിസയർ ഓഫ് ഏജസ് എന്ന പുസ്തകത്തിൽ പേജ് നമ്പർ 530 ഇപ്രകാരം പറയുന്നത്: ക്രിസ്തുവിൽ ജീവനുണ്ട്, ക്രിസ്തുവിൽ ജീവനുണ്ട്. എന്നിരുന്നാലും തന്നെത്താൻ ഒഴിച്ച് ജഡാവതാരം എടുത്ത ദൈവപുത്രൻ എന്ന നിലയിൽ തൻ്റെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി ജീവിക്കവേ തന്നിലുള്ള ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് യേശു പരാമർശിച്ചു. ക്രിസ്തുവിൻ്റെ ദിവ്യത്വം വിശ്വാസിയുടെ നിത്യജീവൻ്റെ ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്. പിതാവായ ദൈവത്തിലൂടെ അല്ലാതെ യേശുവിന് സ്വയമായിട്ട് ഈ ലോകത്തിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമായിരുന്നില്ല. പിതാവായ ദൈവം യേശുവിനെ അയച്ചു ഒരു മനുഷ്യനായി, പൂർണ്ണ മനുഷ്യനായി. നാം ഓരോരുത്തരും എപ്രകാരമാണോ ഈ ഭൂമിയിൽ ഇന്നായിരിക്കുന്നത്, അതേ അവസ്ഥയിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുകയാണ്. ആ യേശു ക്രിസ്തുവിന് നമുക്കുള്ള എല്ലാ ബലഹീനതകളും ഉണ്ടായിരുന്നു. എന്നാൽ ആ ബലഹീനതകളെ പിതാവിൽ ആശ്രയിച്ച് അതിജീവിപ്പാൻ യേശു ക്രിസ്തു ശീലിച്ചു. അപ്പോൾ നാം യേശുവിനെ പഠിക്കുന്നതിലൂടെ, യേശുവിനെ നോക്കുന്നതിലൂടെ, യേശു ക്രിസ്തുവിൽ ജീവിക്കുവാൻ ഓരോ നിമിഷവും നാം സമർപ്പിക്കുന്നതിലൂടെ എപ്രകാരമാണോ ബലഹീനതകളെ ബലമാക്കി മാറ്റിയത്, ശക്തിയാക്കി മാറ്റിയത്, ആ യേശു ക്രിസ്തുവിൻ്റെ മാതൃകയെ പിൻപറ്റുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും എന്ന് നമ്മെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശക്തി യേശുവിൽ വ്യാപരിച്ചത് പിതാവിൽ നിന്നാണ്. പിതാവിൽ നിന്നുമാണ് സകലത്തെയും യേശു ക്രിസ്തു പ്രാപിച്ചതും ഈ ഭൂമിയിൽ തന്നെ ദൗത്യം നിർവഹിച്ചതും ഈ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതും ചെയ്തതും എല്ലാം പിതാവായ ദൈവത്തിൽ നിന്നുമാണ് എന്ന് തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്നു. എന്നാൽ മനുഷ്യർ ദൈവത്തെ അറിഞ്ഞില്ല, ദൈവത്തെ മനസ്സിലാക്കിയില്ല. പാപത്താൽ അവരുടെ കണ്ണുകൾ കുരുടാക്കപ്പെട്ടപ്പോൾ അവരുടെ കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവത്തിന് മനുഷ്യരുള്ളതായ സ്നേഹത്തിൻ്റെ അചഞ്ചലമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാൻ, കുരുടാക്കപ്പെട്ട കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. അപ്പോൾ എത്രമാത്രം അഭേദ്യമായ ബന്ധം! ആ ബന്ധം ചില നിമിഷങ്ങളെങ്കിലും തകർക്കപ്പെടുമല്ലോ, അല്ലെങ്കിൽ പ്പെടുമല്ലോ എന്ന ചിന്തയാണ് യേശുക്രിസ്തുവിനെ ആ ഗെത്സമന തോട്ടത്തിൽ കരയുവാൻ, അല്ലെങ്കിൽ രക്തത്തുള്ളികൾ, വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി താഴെ വീഴുവാൻ ഇടയായതിൻ്റെ കാരണം എന്താണ്? പിതാവുമായിട്ടുള്ള തൻ്റെ ബന്ധം വേർപെടുമല്ലോ എന്ന ചിന്ത യേശുക്രിസ്തുവിനെ വല്ലാതെ വേദനിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു നിമിഷം പോലും പിതാവിനെ പിരിഞ്ഞിരിപ്പാൻ കർത്താവായ യേശുക്രിസ്തുവിന് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ പിരിയേണ്ടി വരുമല്ലോ എന്ന ചിന്ത മനുഷ്യാവതാരത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ വല്ലാതെ വ്രണപ്പെടുത്തി എന്ന് നമ്മെ തിരുവെഴുത്തുകൾ എന്ത് ചെയ്യുകയാണ്? പഠിപ്പിക്കുകയാണ്. അപ്പോൾ യേശുവും പിതാവുമായിട്ടുള്ള ആ ഒരു അഭേദ്യമായ ബന്ധം, എത്രത്തോളം ആഴമായ ദൃഢമായ ബന്ധം, അത് നമുക്ക് എത്ര വലിയൊരു മാതൃകയാണ് പ്രിയപ്പെട്ടവരെ. ഏത് കഷ്ടത്തിലും ഏത് പ്രതിസന്ധിയിലും പിതാവിൽ ആശ്രയിപ്പാനുള്ള യേശു ക്രിസ്തുവിൻ്റെ ആ തീരുമാനം നമുക്ക് എല്ലാവർക്കും എത്ര വലിയൊരു മാതൃകയാണ് നൽകുന്നത്. വീണ്ടും ചൊവ്വാഴ്ചയുടെ ഭാഗത്തിലേക്ക് നാം കടന്നാൽ, പുത്രനെ അറിയുന്നത് പിതാവിനെ അറിയുകയാണ്. നോയിങ് ദ സൺ ഈസ് നോയിങ് ദ ഫാദർ. എന്താണ് ആ ഒരു ചിന്തയിലൂടെ എന്താണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്? യേശു ക്രിസ്തു വാസ്തവത്തിൽ ആരായിരുന്നു? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിതാവിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു. യേശു ക്രിസ്തു പിതാവിനാൽ ഐക്യപ്പെട്ട പിതാവിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു. എ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു പിതാവിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക്, റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയ്ക്ക് ഈ ഭൂമിയിൽ വന്ന് പ്രവർത്തിക്കേണ്ടത് ആരുടെ ഇഷ്ടമാണ്? പിതാവിൻ്റെ ഇഷ്ടമാണ്. ആരുടെ പ്രവൃത്തികളാണ്? പിതാവിൻ്റെ പ്രവൃത്തികളാണ്. ആരുടെ ദൗത്യമാണ്? പിതാവിൻ്റെ ദൗത്യമാണ്. അപ്പോൾ ആരാൽ ഐക്യപ്പെട്ടോ ആ വ്യക്തിയുടെ ഹിതം പ്രവർത്തിപ്പാനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ എന്ത് ചെയ്യുന്നു? വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ പിതാവ് എന്ന പദം യേശുക്രിസ്തു കൂടെ പിതാവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ യോഹന്നാന്റെ പുസ്തകത്തിൽ മാത്രം ഏകദേശം 136 തവണ പിതാവ്, യേശു പിതാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, പിതാവ് എന്ന പദം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. മറ്റ് ലേഖനങ്ങൾ, അല്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ മറ്റ് ലേഖനങ്ങളിലാകട്ടെ ഏകദേശം 18ഓളം തവണ ആ പിതാവ് എന്ന പദം യോഹന്നാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ യേശു ക്രിസ്തു പിതാവുമായുള്ള ബന്ധത്തെ, ആ ഒരു ദൃഢമായ കൂട്ടായ്മയെക്കുറിച്ച് പറയുവാൻ ആ പദം ഉപയോഗിക്കുകയാണ്. അപ്പോൾ പിതാവ് തന്നെ യേശു ക്രിസ്തുവിലൂടെ തൻ്റെ രക്ഷയുടെ പദ്ധതിയെ നടപ്പിലാക്കുവാൻ തക്കവണ്ണം മനുഷ്യന്റെ രക്ഷയെ സാധ്യമാക്കുവാൻ യേശു ക്രിസ്തുവിനെ അയച്ചിരിക്കുകയാണ്.
എന്ന് സാക്ഷ്യം പറയുകയാണ്. അപ്പോൾ പിതാവിൻ്റെ അടുക്കൽ മനുഷ്യരാശിക്ക് എത്തിച്ചേരുവാനുള്ള ഒരേ ഒരു വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഒരേ ഒരു വഴി അത് യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ യേശുവിനോട് മാത്രമേ നമുക്ക് പിതാവായി ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. യേശുവിൽ എല്ലാ മനുഷ്യരും നിത്യജീവനെ കണ്ടെത്തണം എന്ന് പിതാവായി ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് വേണ്ടി മറുവിലയായത് യേശുക്രിസ്തുവാണ്. ആ യേശുവിൽ ജീവിക്കുവാൻ, ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ മനസ്സുള്ള ഓരോ മനുഷ്യനും നിത്യജീവന്റെ അവകാശികളായി തീരും. അവർ യേശുവിലൂടെ പിതാവിലേക്കാണ് എത്തിച്ചേരുന്നത്. മുറിഞ്ഞുപോയ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ യേശു മുഖാന്തിരം അതിന് ഒരു കാരണമായി തീരുന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു വീണ്ടും വീണ്ടും പറഞ്ഞത്, എൻ്റെ ഉപദേശങ്ങളൊക്കെ പിതാവിൻ്റെതാണെന്നേ, എനിക്കൊന്നും സ്വയമായിട്ട് പറയുവാനില്ലെന്നേ. എൻ്റെ ഉപദേശങ്ങളൊക്കെ തന്നെ, ഞാൻ എന്തൊക്കെ പറയുന്നു അതൊക്കെ പിതാവിൻ്റെതാണ്. നിങ്ങൾ എന്നെ കേട്ടാൽ എൻ്റെ പിതാവിനെ കേട്ടിരിക്കുന്നു, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ എൻ്റെ പിതാവിനെയും വിശ്വസിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാകട്ടെ, പ്രവൃത്തികളാകട്ടെ, ചെയ്ത അത്ഭുതങ്ങളാകട്ടെ, സകലതും ക്രിസ്തു പിതാവിൽ നിന്നും നിർദ്ദേശങ്ങളെ പ്രാപിച്ച് ചെയ്യുകയായിരുന്നു. അപ്പോൾ നാം ചോദിക്കുകയാണ്, യേശുക്രിസ്തു അപ്രകാരം ഓരോ ദിവസവും ദൈവഹിതം പ്രവർത്തിപ്പാൻ തക്കവണ്ണം തന്നെ സമർപ്പിച്ചതുപോലെ, ദൈവത്താൽ ഐക്യപ്പെട്ട ഒരു റെപ്രസെൻറ്റേറ്റീവാണ് യേശുക്രിസ്തു. തനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ അവിടെ അവകാശമില്ല. ഓരോ ദിവസവും എന്താണോ പിതാവ് പറയുന്നത്, എന്താണോ പിതാവ് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത്, എന്താണോ ചിന്തിപ്പാനായിട്ട് ആഹ്വാനം ചെയ്തത്, അതുമാത്രം ചിന്തിച്ചും പറഞ്ഞും പ്രവർത്തിച്ചും നിലകൊണ്ട യേശുക്രിസ്തുവിൻ്റെ ആ മാതൃകയെ നാം മനസ്സിലാക്കിയാൽ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവർ. എന്താണ് ആ കാര്യം? നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമുക്കായുള്ള ദൈവ ഇഷ്ടത്തെ പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നാം ഇന്ന് ഈ ലോകത്തിൽ ചെയ്യുന്ന സകല പ്രവൃത്തികളും, ചിന്തകളും പ്രവൃത്തികളും, നാം ചെയ്യുന്ന സകലതും നമുക്കായി ദൈവം വെളിപ്പെടുത്തിയ ദൈവഹിതത്തിനൊത്തവണ്ണമായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ ഇന്ന് എപ്രകാരമായിരിക്കുമായിരുന്നു? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. യേശുക്രിസ്തു ഓരോ ദിവസവും പിതാവിൻ്റെ ഹിതം പ്രവർത്തിച്ചതുപോലെ ഇന്ന് ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ആ ഹിതത്തിനൊത്തവണ്ണം ഓരോ നിമിഷവും ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും സംസാരിപ്പാനും ജീവിപ്പാനും നാം മനസ്സ് വെച്ചാൽ നമുക്കറിയാമോ അതെന്തായിരിക്കുമെന്ന്? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ അമേസിംഗ് എക്സ്പീരിയൻസ് ഇൻ എ ക്രിസ്ത്യൻസ് ലൈഫ്. ഫോളോയിങ് ജീസസ് ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും ദൈവത്തെ പിൻപറ്റുക, പൂർണ്ണമായും ദൈവത്തെ അനുഗമിക്കുക. ആ ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. പിതാവായി ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കൊത്തവണ്ണം യേശു സമർപ്പിക്കപ്പെട്ട് ജീവിച്ചതുപോലെ നാം ഓരോ അഡ്വെന്റിസ്റ്റുകാരും, ഓരോ സെവൻത്ത് ഡേ അഡ്വെന്റിസ്റ്റുകാരനും ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഓരോ നിമിഷവും പൂർണ്ണമായും കീഴ്പ്പെടുവാൻ മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തവയാണ് പ്രിയപ്പെട്ടവരെ. സത്യം എന്നത് നാം ഇന്നും പൂർണ്ണമായും ദൈവത്തിന് കീഴ്പ്പെടുവാൻ, യേശു കീഴ്പ്പെട്ടതുപോലെ, യേശു സമർപ്പിക്കപ്പെട്ടതുപോലെ, യേശു ജീവിച്ചതുപോലെ പൂർണ്ണമായും ജീവിപ്പാൻ നാം ഇന്നും മനസ്സ് വെച്ചിട്ടില്ല. നാം ഇന്നും സ്വയത്തിന് വേണ്ടി ജീവിക്കുന്നു. നാം ഇന്നും നമ്മുടെ താല്പര്യങ്ങൾക്കൊത്തവണ്ണം ചിന്തിക്കുന്നു, ജീവിക്കുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ആ ചിന്താഗതികൾ മാറ്റിവെച്ച് യേശു സമർപ്പിച്ചതുപോലെ, ജീവിച്ചതുപോലെ നാം ജീവിച്ചാൽ അത് നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ നഗരങ്ങളിൽ, നമ്മുടെ രാജ്യങ്ങളിൽ വരുത്തുന്ന മാറ്റം ഒരിക്കലും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തവയായിരിക്കും. ഓരോ യേശുമാർ ഈ ലോകത്തിൽ എഴുന്നേൽക്കുവാൻ അങ്ങനെ ഒരു പ്രവൃത്തിയിലൂടെ ഇടയായിത്തീരും. അതുകൊണ്ട് നാം ഒരിക്കലും മറന്നു പോകരുത്, യേശു പിതാവിൽ ജീവിച്ചതുപോലെ ആ ദൗത്യം നിർവഹിപ്പാൻ ഒരു റെപ്രസെൻറ്റേറ്റീവായി നിലകൊണ്ടതുപോലെ നമ്മെ ഇന്ന് ഈ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നിയമിച്ചിരിക്കുകയാണ്. സ്ഥാനാപതികളായി, ദൈവത്തിൻ്റെ കാര്യവിചാരകന്മാരായി, ദൈവത്തിൻ്റെ വെളിച്ചമായി, യേശുക്രിസ്തുവിൻ്റെ അനുയായികളായി നമ്മെ ഈ ലോകത്തിൽ ഇന്ന് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ പിതാവായി ദൈവത്തിൻ്റെ സകല ഹിതവും നിരന്തരം ഓരോ നിമിഷവും യേശുക്രിസ്തു ജീവിച്ചതുപോലെ നാം ജീവിപ്പാൻ മനസ്സ് വെച്ചാൽ നമ്മുടെ ഓരോ സഭകളും സ്വർഗതുല്യമായി തീരും, ഓരോ കുടുംബങ്ങളും സ്വർഗതുല്യമായി തീരും, ഓരോ നഗരങ്ങളും സ്വർഗതുല്യമായി തീരും. ആ ഒരു അനുഭവത്തിന് വേണ്ടി കർത്താവ് നമ്മെ നോക്കി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആകയാൽ നമുക്കും യേശുവിനെ പോലെ പിതാവിൽ പൂർണ്ണമായും സമർപ്പിക്കാം. അങ്ങനെ ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താണ് യോഹന്നാൻ പറയുന്നത്?
നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, രൂപാന്തരം ഇവയൊക്കെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നതാണ്. ഒരു മനുഷ്യന് സ്വയമേ ഒരു മാറ്റവും വരുത്തുവാൻ ശക്തിയില്ല എന്ന് വചനം വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്. ഒരിക്കലും ഒരു മനുഷ്യനും സ്വയമായി മാറ്റം വരുത്തുവാൻ സാധിക്കുകയില്ല. മേ ബി വി ആർ ട്രൈയിങ് എവറി ഡേ ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ. പക്ഷേ സ്വയമായി നമുക്കൊരിക്കലും അതിന് സാധിക്കുകയില്ല. കാരണം സ്വയമായി ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രവൃത്തി ചെയ്യുവാൻ നാം നിരന്തരം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്താൽ ഒരിക്കലും അതിന് സാധിക്കുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശുവിൽ ആ പ്രവൃത്തി നിവർത്തിപ്പാൻ നമുക്ക് വേണ്ടി ഐക്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് പരിശുദ്ധാത്മാവാണ് എന്ന് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നു. യേശുവിലേക്ക് അവൻ വഴി നടത്തുന്നു. യേശുവിനെ പോലെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. ധാരാളം വാക്യങ്ങളുണ്ട്. യോഹന്നാന്റെ പുസ്തകം 3-ാം അധ്യായം, അതുപോലെ 6-ാം അധ്യായം, 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം, ഇവിടങ്ങളിലൊക്കെ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ കാര്യാദികൾ യോഹന്നാൻ എഴുതുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അനേകരും ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ടോ എന്നൊക്കെ ധാരാളം പേർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, ഹീ ഷാൽ ടീച്ച് യു ഓൾ തിങ്സ്. അവൻ വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും, അവൻ എന്ന ആ ഒരു പ്രയോഗം, ഒരു വ്യക്തിത്വമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രയോഗം നമുക്ക് യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ വായിക്കുവാൻ, പഠിക്കുവാനായിട്ട് സാധിക്കുകയാണ്. ഇവിടെ അനേകർ പറയുന്നു എലൻ വൈറ്റ് പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട് എന്ന് പറയുന്നില്ല എന്ന്. എന്നാൽ എനിക്കറിയില്ല ഏത് ഭാഗം വായിച്ചിട്ടാണ് അവർ അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയാണോ? തീർച്ചയായും പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. മാനുസ്ക്രിപ്റ്റ് റിലീസസ് വോളിയം 7 പേജ് നമ്പർ 299, പാരഗ്രാഫ് 2, അവിടെ എലൻ വൈറ്റ് എഴുതിയ ഒരു പ്രത്യേക കാര്യമാണ്. എന്താണ് അവർ എഴുതിയത്? ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ ഇൻ ആസ് മച്ച് ആസ് ദ ഫാദർ ഈസ് എ പേഴ്സൺ. പിതാവായി ദൈവത്തിന് വ്യക്തിത്വമുള്ളതുപോലെ തന്നെ, യേശുക്രിസ്തുവിന് വ്യക്തിത്വമുള്ളതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനും ഒരു വ്യക്തിത്വമുണ്ട് എന്ന് എലൻ വൈറ്റ് എഴുതുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. വീണ്ടും 20 MR മാനുസ്ക്രിപ്റ്റ് റിലീസസ് വോളിയം 20 പേജ് നമ്പർ 69 എലൻ വൈറ്റ് എഴുതുകയാണ്, ഹോളി സ്പിരിറ്റ് ഹാസ് എ പേഴ്സണാലിറ്റി. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിത്വമുണ്ട്. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എലൻ ജി വൈറ്റിൻ്റെ സെക്രട്ടറിമാർ അവർ എഴുതി കൊടുത്തതിന് തിരുത്തി എന്ന്. എന്നാൽ ചില ഡോക്യുമെന്റ്സ് വി സ്റ്റിൽ ഹാവ് ഇൻ ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് മിസ്സസ് വൈറ്റ്. എലൻ വൈറ്റ് എഴുതിയ ആ രേഖകൾ നമുക്കിന്നും ജനറൽ കോൺഫറൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ ആർക്കൈവ്സിൽ എലൻ വൈറ്റ് എസ്റ്റേറ്റിൽ ഇന്നും ഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ എഴുത്തുകളുടെ ഫോട്ടോ കോപ്പി നമുക്കിന്നും ലഭ്യമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ എലൻ വൈറ്റിന് സ്വന്തം കൈപ്പടയിൽ പിതാവായി ദൈവത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ എഴുതിയ ധാരാളം കാര്യങ്ങൾ വായിപ്പാനായിട്ട് സാധിക്കും. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട് എന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ വെറും ഒരു ശക്തി മാത്രമല്ല, അതുമാത്രവുമല്ല, പിതാവായി ദൈവം സർവ്വവ്യാപിയായതുപോലെ, യേശുക്രിസ്തു സർവ്വവ്യാപിയായതുപോലെ, അവർക്ക് വ്യക്തിത്വം ഉള്ളതുപോലെ പരിശുദ്ധാത്മാവിനും ഒരു വ്യക്തിത്വമുണ്ട് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. എലൻ വൈറ്റ് അതിനെ നമുക്ക് സാക്ഷ്യം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്വത്തിലെ ഈ ഒരു ദൈവത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിന് ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമേ പാപത്തെ തടയിടുവാനും അതിജീവിക്കുവാനും കഴിയുകയുള്ളൂ. അത് മാത്രമല്ല, നമുക്ക് പാപത്തെ ജയിപ്പാനുള്ള ഊർജം നൽകുന്നത്, അതിനുവേണ്ടിയ ബോധ്യം നൽകുന്നത്, അതിനുവേണ്ടിയ പൂർണ്ണത നൽകുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടാതെ, ആ ശക്തി കൂടാതെ വാഗ്ദത്തം പ്രാപിക്കാതെ നമുക്കൊരിക്കലും പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവുകയില്ല. പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരുവന് പാപത്തെ അതിജീവിപ്പാൻ എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം ഉണ്ടാകണമെങ്കിൽ ഹി മസ്റ്റ് ടീച്ച് മീ, അവൻ എന്നെ പഠിപ്പിക്കണം. ആ ബോധ്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയും ആ ബോധ്യം നമുക്ക് നൽകി നമ്മെ നീതിയിലേക്കും
ന്യായവിധിയിലേക്കും. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമ്പോൾ യേശുവിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരും. ആ യേശുവിലേക്ക് നാം നടന്ന് യേശുവിൽ നീതിയോടെ ജീവിപ്പാൻ നമ്മെ മനസ്സുവെച്ച് ഒടുവിൽ അപ്രകാരം വഴിമാറി സഞ്ചരിച്ചാൽ നമുക്കുണ്ടാകുന്ന അപകടത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയും ഓരോ ദിവസവും യേശു പിതാവിൽ ജീവിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ നിറവോടെ ജീവിപ്പാൻ ദൈവം യേശുക്രിസ്തു മുഖാന്തിരം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കിക്കൊണ്ട് യാതൊന്നിനും ഒരു വിശ്വാസിക്ക് ഈ ലോകത്തിൽ സാധ്യമല്ല. കാരണം ശരിയേത് തെറ്റേത് അനീതി ഏത് എന്നൊക്കെ ഡിസേൺ ചെയ്യുവാൻ, വിവേചിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ശക്തിയെ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ലവോദിക്ക സഭയോട് യേശു സംസാരിക്കുന്ന സമയത്ത് ദൈവം അവരോട് പറഞ്ഞത്, കണ്ണിൽ എഴുതുവാൻ ലേപവും വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ എന്നോട് ബുദ്ധി പറയുന്നു എന്നാണ്. അന്ത്യകാലത്ത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ കുറവുകളിൽ ഒന്നായി കർത്താവ് ചൂണ്ടിക്കാട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ അഭാവമാണ്. അതായത് they don't have the spirit of discernment, they don't know what is right and what is wrong, and they mostly follow that which is wrong in this world. ഈ ലോകത്തിൽ ശരിയും തെറ്റും വിവേചിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കാതെ തെറ്റിനെ പിൻപറ്റുന്ന ഒരു തലമുറയെക്കുറിച്ച് യേശുക്രിസ്തു നമ്മോട് പറയുന്നു. അത് ബോധ്യപ്പെടുത്തുവാൻ നമ്മോട് പരിശുദ്ധാത്മാവെന്ന ആ ലേപത്തെ വിലയ്ക്ക് വാങ്ങുവാൻ, നമ്മുടെ കണ്ണിന് കാഴ്ച ലഭിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ വാങ്ങുവാൻ യേശു നമ്മോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളെ ക്രിസ്തുവിൽ സമന്വയിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദിനംതോറും നടക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് എന്ന് ഈ വചനങ്ങളിലൂടെ കർത്താവ് പറയുന്നു. അപ്പോൾ രക്ഷയുടെ ഈ ദൗത്യത്തിൽ പിതാവ് യേശുവിനെ അയക്കുന്നു. യേശു ആ രക്ഷ നമുക്കായി സ്വായത്തമാക്കി, നമുക്കായി സാധ്യമാക്കി. ഇന്ന് ആ രക്ഷയിൽ ജീവിപ്പാനും ആ രക്ഷയുടെ മഹത്വത്തിൽ സഞ്ചരിക്കുവാനും ഒടുവിൽ നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ ആ സ്വരൂപത്തിൽ രൂപാന്തരപ്പെടുത്തുവാനും യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാൽ പിതാവിനാൽ പരിശുദ്ധാത്മാവും ഐക്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ യേശുവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ആ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക്, മഹിമയുടെ ആ അളവിലേക്ക്, പൂർണ്ണതയിലേക്ക് വളരുവാൻ നമ്മെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുകയാണ്. ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന എന്ന ഭാഗം, യോഹന്നാൻ 17-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണ് കാണുന്നത്. അതിനെ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്നൊക്കെ പലരും വിളിക്കുന്നുണ്ട്. ഇവിടെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന്. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് യേശു കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ ഈടുറ്റ ഒരു ബന്ധമുള്ളതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഈടുറ്റ ബന്ധം വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ യേശുക്രിസ്തു ഇടവരണമേ എന്ന് ആ 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവവുമായി ഒരു വ്യക്തിബന്ധത്തിന്, ഒരു ആത്മബന്ധത്തിന് ഒരു പുനഃസ്ഥാപനം ആവശ്യമാണ്. അത് നാം പുനഃസ്ഥാപിക്കുവാൻ മനസ്സു വെച്ചാൽ നമുക്ക് സ്വാഭാവികമായും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിനും പുനഃസ്ഥാപനം വളരെ എളുപ്പത്തിൽ സാധിക്കും. നാം ദൈവവുമായി, നമുക്കറിയാം ദൈവത്തിൻ്റെ 10 പ്രമാണങ്ങൾ. ആദ്യത്തെ 4 കൽപ്പനകൾ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെയും, അവസാനത്തെ 6 കൽപ്പനകൾ മനുഷ്യനുള്ള ബന്ധത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം താറുമാറായിരിക്കെ മനുഷ്യനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുക? നാം ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം മനസ്സ് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റുള്ളവരുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം ഓട്ടോമാറ്റിക്കലി സാധിക്കും. ദൈവവുമായ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ മനസ്സ് വയ്ക്കാതെ നാം മറ്റുള്ളവരുമായി ബന്ധം പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം ഓടി നടന്നാൽ അതൊരിക്കലും സാധ്യമായി തീരുകയില്ല. കാരണം ഈ ലോകത്തിൽ നീതിയോടെ ജീവിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ദൈവവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ്. ആകയാൽ ആ ദൈവത്തോടുള്ള പുനഃസ്ഥാപനമാണ് നാം ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും, ശേഷം എല്ലാം ദൈവം നമുക്കായി സാധ്യമാക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനയിൽ എന്താണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്? നാം ഒന്നായിരിക്കുന്നത് പോലെ ഈ പ്രിയപ്പെട്ടവരും ഒന്നാകെ. നമുക്കിന്നില്ലാത്തത് ഒരുമയാണ്. നാം ഒന്നായി ചിന്തിക്കുന്നില്ല. എല്ലാവരും പലതും സംസാരിക്കുന്നു, പലതും ചിന്തിക്കുന്നു. യേശുവും പിതാവും പരിശുദ്ധാത്മാവും ഒന്ന് ചിന്തിക്കുന്നത് പോലെ, ഏക മനസ്സിൽ നിലനിൽക്കുന്നത് പോലെ നമ്മുടെ ആ ഒരു ബന്ധം ഇന്ന് ഒന്നാകേണ്ടതിന് നാം എല്ലാവരും പിതാവിലേക്കും പരിശുദ്ധാത്മാവിലേക്കും
പുത്രനിലേക്കും ഒക്കെ ജീവിക്കുവാനായിട്ട് നമ്മെ വിളിക്കുകയാണ്. ആ ഒരു ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ഇന്ന് ഏറ്റവും ആവശ്യം. അതിനുവേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പിതാവിൻ്റെ സ്വഭാവം എന്തെന്ന് എത്ര നന്നായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തികളൊക്കെ തന്നെ നാം മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ആ ബന്ധത്തിൻ്റെ ആഴം, പിതാവായ ദൈവത്തോടുള്ള പരിശുദ്ധാത്മാവിനുള്ള ആ ബന്ധത്തിൻ്റെ ആഴം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പലപ്പോഴും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെന്ന് പേരെടുത്തവരുടെ ഉദാസീനതയും അവരുടെ അലസതയും അവരുടെ ആത്മാർത്ഥതയില്ലായ്മയും അവരുടെ സ്നേഹമില്ലായ്മയും അവരുടെ പാപ സ്വഭാവങ്ങളും ഒക്കെ കണ്ട് വളരെ മനംതൊന്നാണ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പലരും യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചു, അനേകരും യേശുവിനെ തള്ളിക്കളഞ്ഞു, ശിഷ്യന്മാരിൽ പലരും യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ചു, ഒരാൾ ഒറ്റ കൊടുത്തു. അങ്ങനെ പലതും യേശുക്രിസ്തു ഈ ലോകത്തിൽ സഹിപ്പാനായിട്ട് ഇടയായി തീർന്നു. എങ്കിലും യേശുക്രിസ്തുവിനെ മുൻപോട്ട് നയിച്ചത് പിതാവുമായുള്ള അഭേദ്യമായ ഒരു ബന്ധമായിരുന്നു, പരിശുദ്ധാത്മാവിനുള്ള ഒരു കൂട്ടായ്മയായിരുന്നു. ആ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഈ നാളിൽ വീണ്ടും ലഭിപ്പാൻ യേശുവിലൂടെ ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഇതൊക്കെ ആ വ്യക്തിത്വങ്ങൾക്ക് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് പിതാവും പരിശുദ്ധാത്മാവുമായി ഉണ്ടായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ തന്നെ നമുക്കും നിലനിൽക്കേണ്ടിയതിന് നാം വാസ്തവമായും ഓരോ ദിവസവും ക്രിസ്തുവിൽ ജീവിക്കണം എന്ന് നമ്മെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ചയിലേക്ക് നാം കടന്നു ചെന്നാൽ ഇവിടെ വീണ്ടും യുഗങ്ങളുടെ പ്രത്യാശയിൽ എലൻ വൈറ്റ് എഴുതുകയാണ്, ആശ്വാസകൻ, കാര്യസ്ഥൻ, സത്യത്തിൻ്റെ ആത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു. സത്യത്തെ നിർവചിക്കുകയും നിലനിർത്തുകയുമാണ് ആശ്വാസകന്റെ പ്രവൃത്തി. സത്യത്തിൻ്റെ ആത്മാവ് എന്ന നിലയിൽ ദൈവത്തിന് മാത്രമേ, പരിശുദ്ധാത്മാവിന് മാത്രമേ ആദ്യമേ ഹൃദയത്തിൽ വസിക്കുന്നു. അവൻ അങ്ങനെ ആശ്വാസകനായി തീർന്നു. സത്യത്തിൽ ആശ്വാസവും സമാധാനവും അടങ്ങിയിരിക്കുന്നു. എന്നാൽ ആശ്വാസത്തെയും സമാധാനത്തെയും വ്യാജത്തിൽ കണ്ടെത്തുവാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ വ്യാജത്തിൽ ഒരിക്കലും നമുക്ക് ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ സാധിക്കത്തില്ല. സത്യത്തിൽ മാത്രമാണ് നമുക്കത് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അങ്ങനെ ആത്മാവ് തെറ്റിനെ തുറന്നു കാട്ടുകയും അതിനെ അന്തരാത്മാവിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിലൂടെ പ്രവർത്തിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവിനാലാണ് ക്രിസ്തു തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തനിക്ക് കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ക്രിസ്തുവിൽ കീഴ്പ്പെട്ടുള്ള ഒരു ജീവിതമാണ്. പിതാവിൽ കീഴ്പ്പെട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ നിറവോടെ ഓരോ ദിവസവും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വാസം ചെയ്തതുപോലെ നമുക്കും ജീവിപ്പാനായിട്ടൊരു തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ടവരെ. അതല്ലാതെ ഈ ലോകത്തെ ജയിപ്പാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. യേശു ഈ ലോകത്തെ ജയിച്ചതുപോലെ ലൗദിക്യ സഭയോട് യേശു ക്രിസ്തു പറയുകയാണ്, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശു ജയിച്ചതുപോലെ ജയിപ്പാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ യേശു നടന്ന വഴികളിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചേ മതിയാകൂ. അതിന് വേണ്ടത് സമർപ്പിക്കപ്പെട്ട, പൂർണ്ണമായും ക്രിസ്തുവിന് കീഴ്പ്പെട്ട, പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാനുള്ള ഒരു മനസ്സൊരുക്കമാണ്. അതിനായി നമുക്ക് ഈ പാഠത്തിൻ്റെ പഠനത്തിലൂടെ നമ്മെ തന്നെ സമർപ്പിക്കാം. അതില്ലാതെ മറ്റൊന്നില്ല. അതിലൂടെയല്ലാതെ നമുക്ക് യാതൊന്നും സാധ്യമല്ല. ഇന്ന് മെജോറിറ്റിയും തന്നിഷ്ടപ്രകാരം തെരഞ്ഞെടുപ്പുകളെ നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ചെറിയ ശേഷിപ്പ് എല്ലാ വഴികളിലും യേശുവിനെ തന്നെ നനച്ചുകൊണ്ട് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുന്നു. ആ ഒരു ജനത്തെയാണ്, ആ ഒരു ശേഷിപ്പിനെയാണ് വീണ്ടെടുക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആകയാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ നമുക്കും ക്രിസ്തുവിൽ ഒന്നായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി ഈ വചനത്തിൻ്റെ പഠനവും ഈ വചനത്തിൻ്റെ ധ്യാനവും നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഏറ്റവും ആഴമായി അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പ്രിയ പിതാവേ, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് മനോഹരമായി പഠിപ്പാൻ ഞങ്ങളെ പ്രാപ്തനാക്കിയ ദൈവത്തിന് സ്തോത്രം. ഓരോ നിമിഷവും കർത്താവ് യേശു ക്രിസ്തു പിതാവിൽ സമർപ്പിച്ച് ഈ ലോകത്തെ അതിജീവിച്ചതുപോലെ ഞങ്ങൾക്കും ജീവിപ്പാനുള്ള കൃപയും ശക്തിയും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഈ ദുർഘട സമയങ്ങളിൽ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കി എല്ലാ പരീക്ഷകളെയും ജയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ജയിക്കുന്നവന് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ആ വരം പ്രാപിപ്പാൻ ഞങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തണമേ അപ്പാ.
എല്ലാ തെറ്റുകളെയും തിരുത്തി പാപങ്ങളെ ജയിച്ച് യേശുക്രിസ്തുവിൽ മുന്നേറുവാൻ ഞങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തണം. സഭയെ കർത്താവ് ശക്തിപ്പെടുത്തണം. ദുഷ്ടാത്മ സേനകളെ ജയിപ്പാൻ അവിടുന്ന് ശക്തിപ്പെടുത്തണം. ഇന്ന് കർത്താവ് ദുഷ്ടന്മാർ സഭയുടെ കടിഞ്ഞാണുകൾ പലയിടങ്ങളിലും ഏറ്റെടുത്തിരിക്കുന്നു. അവയൊക്കെ കർത്താവ് തിരുത്തി, അവയൊക്കെ കർത്താവ് ഏറ്റെടുത്ത് വീണ്ടും സഭയെ മുന്നോട്ട് നയിച്ച്, ദൈവജനത്തെ മുന്നോട്ട് നയിച്ച് പൂർണ്ണമായി ക്രിസ്തുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ അവിടുത്തെ ജനത്തെയും അവിടുത്തെ സഭയെയും അവിടുത്തെ ശേഷിപ്പിനെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാ നന്മകൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണം, വഴി നടത്തണം, അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ നന്മകളും ആശംസിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കട്ടെ. ആമേൻ.